പോങ്ങിമോട് സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ വേദിയിൽ ക്രിസ്തീയ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകർക്കും ഒരു എളിയ കലാവിരുന്ന് അവതരിപ്പിക്കുവാൻ അവസരം തന്ന ഇടവക വികാരി ഫാദർ ജോസഫ് അവർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇടവക കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ നാടകം കണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്നു. മരുഭൂമിയിലെ ശബ്ദം, മരുഭൂമിയിലെ ശബ്ദം. നാടകരചന സംവിധാനം തനിമ ബിജു, ഗാനങ്ങൾ ഫാദർ ജോസഫ് പാറഫുരി, സംഗീതം ഷാജി, എഡിറ്റിംഗ്, മിക്സിംഗ്, റെക്കോർഡിംഗ് തനിമ സ്റ്റുഡിയോ ഭരണി. ഏവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ മരുഭൂമിയിലെ ശബ്ദം. നിന്റെ കാൽപ്പാടുകൾ മാറാലമൂടിയോ നിന്നിലെന്നോർമ്മകൾ അത്രമേൽ അന്യനായി തീർന്നു ഇന്നു ഞാൻ. ആദിയിൽ വചനമുണ്ടായി, ആ വചനം ദൈവമായി. എന്നാൽ മനുഷ്യ മനസ്സുകൾ കാലം കഴിയുന്നതോറും ആ വചനത്തിൽ നിന്നകന്ന് തിന്മയുടെ വഴിയിൽ നീങ്ങി നഷ്ടപ്പെട്ടു പോയ ആ വചന മൂല്യത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ ശ്രമിക്കാം. പ്രാണന്റെ ചില്ലയിൽ ഇന്നും കരിഞ്ഞൊരു സ്നേഹാർദ്ര പഞ്ചരം ധ്യാനമാം ദീനമാ പറക്കാൻ കൊതിച്ചൊരീ പക്ഷിതൻ ചിറകിൽ കനൽ വാരിട്ടതു എന്തിനായി കാലമേ. സത്യവും ധർമ്മവും സ്നേഹകാരുണ്യങ്ങളും എല്ലാം വൈകാതെ വന്നിടും വസുന്ധരി. ഒരു നല്ല നാളേക്ക് പുലരിയായുണരുവാൻ ജ്വാലാമുഖികളായി ഉദിച്ചെന്നുയരാൻ. നാടകം മരുഭൂമിയിലെ ശബ്ദം, മരുഭൂമിയിലെ ശബ്ദം, മരുഭൂമിയിലെ ശബ്ദം. കനിയണമേ സ്വർഗ്ഗപിതാവേ സ്നേഹനിധിയേ എന്നിൽ കനിയണമേ. നിന്നിൽ ശരണം, നീ തന്നെ ആശ്രയം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിൻ കരസ്പർശത്താൽ എൻ ജീവിതം ധന്യമാക്കണമേ, ധന്യമാക്കണമേ. കരുണാമയനായ കർത്താവേ,
ഞങ്ങളെ കാത്തുകൊള്ളണമേ. എലീശ, ദൈവീക ശുശ്രൂഷയ്ക്ക് ഞാൻ ദേവാലയത്തിലേക്ക് പോകട്ടെ. അവിടുന്ന് വാർദ്ധക്യമായി അങ്ങയുടെ കാലശേഷം ദൈവിക ശുശ്രൂഷ ചെയ്യാൻ ഒരാള് വേണ്ടേ? ആ വേണം. എല്ലാ സൗഭാഗ്യവും തന്നതേനും നമുക്കൊന്ന് മാത്രം തന്നെ ഒരു കുഞ്ഞിക്കാലം കാണാനുള്ള ഭാഗ്യം. എല്ലാം തിരുവിഷ്ടമെന്ന് വിചാരിച്ചാൽ മതി. സന്താന ഭാഗ്യമില്ലാത്ത നാം പാപികളാണ്. അരുത് എലീശ, അങ്ങനെ പറയരുത്. പിതാവേ, ഈയുള്ളവരുടെ വേദന കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി തിരുവുള്ള കേടുണ്ടാകരുതേ. എലീശ, സമയമേറെയായി. ഞാൻ ദേവാലയത്തിലേക്ക് പോകട്ടെ. എന്റെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിൻ കരസ്പർശത്താൽ എൻ ജീവിതം ധന്യമാക്കണമേ, ധന്യമാക്കണമേ. സക്കറിയ, സക്കറിയ, പ്രഭു, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ വായി ഇരിക്കുന്നതോ? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പിതാവിന്റെ ഇഷ്ടം വിശ്വസിക്കാൻ വിശ്വാസമാകുന്നവരെ നിന്റെ നാവ് ചലിക്കില്ല. നീ കള്ളനാണോ? ഭ്രാന്തനോ? പിന്നെ നീ എന്നെ കണ്ടപ്പോൾ എന്തിനാ ഓടിയത്? നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് എന്തിനാ? അത് പിന്നെ എനിക്ക് കുറച്ച് കരയണമെന്ന് തോന്നി. നീ തോന്നുമ്പോഴൊക്കെ കരയുമോ? അപ്പോ നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. ആലോചിക്കുന്നതോറും എനിക്ക് സങ്കടം കൂടി കൂടി വരികയാണ്. ഇനി നീ ആലോചിക്കുകയോ കരയുകയോ വേണ്ട. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ ശരിയാക്കി തരാം. അപ്പോൾ നിനക്ക് ജീവനിൽ പേടിയുണ്ട് അല്ലേ? നിങ്ങൾ എന്തിനാണ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൊന്നെടുക്കുന്നത്? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതാണോ കാര്യം?
അതിരിക്കട്ടെ, നിനക്കെത്ര കുട്ടികളുണ്ട്? കൊല്ലാം. വേഗം പറ, 2 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ നിനക്കുണ്ട്? ഇല്ല, എനിക്ക് കുട്ടികളില്ല. എന്താ നീ പെണ്ണെട്ടി? കെട്ടി 5 കൊല്ലത്തിൽ 3 പെണ്ണെട്ടി. 3 പെണ്ണെട്ടിയോ? അപ്പൊ നീയാള് മോശക്കാരനല്ലല്ലോ. 2 പേരെന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ ഒരുത്തി മാത്രമേ കൂടെ ഉള്ളൂ. പിന്നെന്താ നിനക്ക് കുട്ടികളുണ്ടാവാത്തത്? അതെങ്ങനെ പറയും? നീ പറയുന്നേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവള് നമ്മുടെ ഏലീശാക്കിയെ പോലെ മച്ചിയാ. പറയാ, എലീഷ കേൾവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അയ്യോ അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് അങ്ങനെയാ അവർക്ക് ആ കുഞ്ഞിനെ ലഭിച്ചത്. അപ്പൊ പ്രാർത്ഥിച്ചാൽ കുട്ടി ഉണ്ടാകുമോ? തീർച്ചയായും. ദിവസവും നീ നിന്റെ കെട്ടിയോളും ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് തീർച്ചയായും സന്താന ഭാഗ്യം ലഭിക്കും. കുഞ്ഞുങ്ങളെ അടിഞ്ഞു വീഴ്ത്തുന്നു. എന്തൊരു ഭീകരത! അത് രാജകൽപ്പനയാണ്. നമ്മുടെ രാജാവിനേക്കാൾ വലിയ രാജാവ് ഈ ജെറുസലേം പട്ടണത്തിൽ ജനിച്ചിട്ടുണ്ട് പോലും. ആ കുഞ്ഞിനെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും വധിച്ചു കളയാനാണ് രാജകൽപ്പന. അയ്യോ, ആ
അമ്മയുടെ ഉള്ളം കുളിർക്കുകയാണ്. വൃദ്ധരായ നമ്മെ സന്തോഷിപ്പിക്കാൻ ഈ പൊന്നുണ്ണിയിൽ നിന്നും ദൈവത്തെ എത്ര വാഴ്ത്തിയാലും മതിയാകില്ല. ദൈവമഹിമയെ കുറിച്ച് കേൾക്കുവാൻ എനിക്ക് കൊതിയാകുന്നു. ദൈവത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെ കുറിച്ചുമൊക്കെ നിനക്ക് ഞങ്ങൾ പറഞ്ഞു തന്നല്ലോ. ദൈവം സ്വർഗരാജ്യത്താണോ വന്നിരിക്കുന്നത്? അതേ മോനെ. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവമില്ലേ? ഉണ്ട് മോനെ, ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. നീയും ഞങ്ങളെ പോലെ എപ്പോഴും ദൈവത്തെ വാഴ്ത്തി തുതിക്കണം. എവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം തിരക്കി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. മകൻ, നീ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? കർത്താവിന്റെ ആജ്ഞ അനുസരിക്കേണ്ടവനാണ് ഞാൻ. മോനെ, നീ പറയുന്നത് സത്യം, പരമമായ സത്യം. ഈ വിശാലമായ ലോകത്തിലേക്ക് മനുഷ്യന്റെ പാപമോചനത്തിനായി എനിക്ക് പിന്നാലെ വരുന്നവന് വഴിയൊരുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. വൃദ്ധനായി ഞങ്ങളെ വിട്ട് നീ പോകുകയാണോ? പോയേ തീരൂ. അനീതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദമുയർത്താൻ, അശരണർക്കും ആലബലഹീനർക്കും വേണ്ടി പോരാടുവാൻ ഞാൻ പോവുകയാണ്. ദൈവമേ, എല്ലാം അവിടുത്തെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ. സമയമായി. മാതാപിതാക്കളോട് ഞാൻ യാത്ര ചോദിക്കുന്നു. മോനെ, എന്തിന്റെ പേരിലായാലും മക്കളെ പിരിയുമ്പോ എല്ലാ അമ്മമാരും കരയും. ഈ വൃദ്ധമാനവും ഒന്ന് കരഞ്ഞോട്ടെ. അമ്മയായത് ഇത് കരയേണ്ട സമയമല്ല, മനസ്സുകുളിർക്കെ സന്തോഷിക്കേണ്ട സമയമാണ്. എല്ലാം ദൈവത്തിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ പോവുകയാണ്. അനുവാദം തന്നാലും. കൺമണി നിന്നെ കഴിയില്ലെന്നാകിലും സന്തുഷ്ടരാണെന്ന് ഞങ്ങളുണ്ണി പോവുക തിരുവിഷ്ടം സമയമാ
സ്നേഹമെങ്ങും നിറഞ്ഞിരട്ടെ മധ്യമാർഗം കാട്ടാനാം ദുഃഖത്തിൻ കണ്ണീരുപ്പാനാം സ്വർഗസ്ഥനായ പിതാവേ നിന്നോട് പുത്രൻ ഭൂമിയിൽ വന്നു പുത്രൻ ഭൂമിയിൽ വന്നു കർത്താവിൽ പാതയൊരുക്കാം. പാപികളെ പശ്ചാത്തപിക്കുവിൻ, പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യുവിൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം സമാഗതമായിരിക്കും. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറടിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ വരുമ്പോൾ വിജനമായ സ്ഥലങ്ങൾ ലില്ലി പുഷ്പങ്ങൾ പോലെ വിടരും. കുരുടന്മാരുടെ കണ്ണുകൾ പ്രകാശം കാണും, വചനന്മാരുടെ ചെവികൾ തുറക്കപ്പെടും. അങ്ങ് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങ് പ്രവാചകനാണ്. ദുഷ്ടതയുടെ കടക്കിത കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കാക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയപ്പെടും. നിങ്ങൾ പുരോഹിതനല്ലേ? അതെ. ദേവാലയം ഇന്ന് പരിശുദ്ധമാണോ? രാജാംഗണം ഇന്ന് പരിശുദ്ധമാണോ? എങ്ങും പാപികളുടെ സ്വൈരവിഹാരം നടക്കുന്നു. രാജനവും പറയുന്നു. പറയുന്നത് പ്രവർത്തിക്കാം അല്ലേ? ചക്രവർത്തി 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 നിങ്ങൾ എന്ത് കുറ്റമാണ് പറഞ്ഞത്? ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കുവാൻ നിയുക്തനായ മഹാപുരോഹിതൻ ഇതൊന്നും അറിയുന്നില്ല. രാജനവും പ്രസംഗിച്ച് നടക്കുന്ന നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചറിയാൻ ചക്രവർത്തി ഏൽപ്പിച്ചതാണെന്നെ. മറ്റൊരുവന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി സുഖലോലുപനായി കഴിയുന്നത് ശരിയാണ്. അത് വ്യഭിചാരമാണ്. ആരാണ്? ആരെയും അവനെ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണം. എങ്കിൽ പോകൂ സന്യാസിമ, അന്തിദാസിനെ കല്ലെറിഞ്ഞു കൊല്ലൂ. അങ്ങയുടെ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങാരാവുന്നു ക്രിസ്തുവാണ്. ദാവീദിന്റെ പുത്രനായ ക്രിസ്തു എന്നെക്കാൾ ബലവാനാണ്. പിന്നെ അങ്ങാരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരൂ. എന്റെ പിന്നാലെ വരുന്നവന്റെ വഴിയൊരുക്കുന്നവന്റെ ശബ്ദം മരുഭൂമികളിൽ ഉയരും. മരുഭൂമികളിൽ ഉയരുന്ന ആ ശബ്ദം ഞാനാകുന്നു. അണലി സന്തതികളെ, വരുവാനിരിക്കുന്ന മഹാവിപത്തിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കും? പാപികളെ പശ്ചാത്തപിക്കുവിൻ, പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യുവിൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം സമാഗതമായിരിക്കും. സന്തതികളെ, വരുവാനിരിക്കുന്ന ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടി പോകുവാൻ പറഞ്ഞു തന്നത് ആരാകുന്നു? മാനസാന്തരത്തിന് തക്ക നല്ല ഫലം കായ്ക്കും. ഞാൻ നിങ്ങൾക്കായി മാനസാന്തരത്തിനായി ജലത്തിൽ സ്നാനം നൽകുന്നതേ ഉള്ളൂ. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാനാണ്. അവൻ നിങ്ങൾക്ക് തീയിലും പരിശുദ്ധാത്മാവിലും സ്നാനം നൽകുന്നു. വീശുമുറം അവന്റെ പക്കലുണ്ട്. അവൻ കടത്തയെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കടപ്പുരയിൽ ശേഖരിക്കുകയും അതിനാകട്ടെ കെടാത്ത തീയിലിട്ട് നട്ടുകളയും ചെയ്യും. വരുവിൻ, മാനസാന്തരപ്പെടുവിൻ, സ്നാനം സ്വീകരിക്കുവിൻ. വരുവിൻ. ഏൽക്കുകയാണ് എൻ്റെ ആവശ്യം. അവിടുന്ന് എൻ്റെ അടുക്കൽ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഇഷ്ടം സംഭവിക്കുക. അങ്ങനെ സകല നീതിയും പ്രവൃത്തിയാകുന്നത്
अब कुचित ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിനടുത്ത് വർഷം ഒന്നായി അവൻ പല്ല് തേച്ചിട്ട് തന്നെ നിന്നോടാ പറഞ്ഞത് അവനെ മാത്രം മാറ്റിയാൽ പോയി അതിനൊന്ന് നിന്നെ ഞാൻ പൊക്കി മാറ്റും. അപ്പോ എനിക്ക് നൽകാമോ? തെക്കും 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 എനിക്ക് വേണം. അവനെ നോക്കൂ, എനിക്ക് എവരെക്കാലം കരുത്ത് കൂടുതൽ. എവിടത്തെ ചട്ടിയാണ് നിനക്കിരിക്കുന്നത്? അവധി കണ്ടു ഞാൻ കാണിച്ചു തരാം. എന്താ തൊട്ടി അവര് കരഞ്ഞാൽ ഞാൻ കരഞ്ഞ് കരഞ്ഞ് ചത്തുപോകും. ഭവതി അത് വേണോ തങ്കം? എന്താ വേണോ മരത്തിലെ കുത്തും ചെയ്യാം, എന്താ വേണോ മരങ്ങളാ വൃദ്ധം ചെയ്യാം.
അങ്ങേക്ക് എന്താ നഷ്ടം? ഈ പരിഗണിച്ചാൽ ഈ അന്തിപ്പാസ് ആരുമല്ലാതായി തീരും. വെറുതെ എന്തിനാ ഭംഗി വാക്ക് പറയുന്നത്? നാളെ പട്ടമൊഴിയാകേണ്ടവളാണ് നീ. എന്നാൽ ഈ ഉള്ളവരുടെ ഹൃദയവേദ അങ്ങ് അറിയുന്നില്ല. എന്താ എന്താ മോദിയുടെ ദുഃഖം പറയൂ. കാട്ടാളെ എന്നെ പറ്റി എന്തെല്ലാമാണ് വിളിച്ചു പോകുന്നത്? അങ്ങിതൊന്നും കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. നാം അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചത് നീ കരുതുന്നത് പോലെ അയാൾ വെറുമൊരു കാട്ടാളനല്ല, ദൈവിക ചൈതന്യം ഉൾക്കൊണ്ട പ്രവാചകനാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങും അങ്ങയുടെ സഹോദരനെ പോലെ പ്രാർത്ഥനയിലും സങ്കീർത്തനങ്ങളിലും മുഴുകി ജീവിക്കുകയാണ്. അങ്ങനെ പറയൂ. നീ നമ്മുടെ സ്വപ്നമാണ്. വരൂ, നമുക്ക് സമയം ഉല്ലസിക്കാം. പറയൂ. ഇവൾ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യ യൂദായുടെ പട്ടമഹർഷി പെട്രാരാജ്ഞി. ഇവൾ എന്റെ സഹോദരന്റെ അന്തിപ്പാസ്. കാമാർത്ഥനായ നീ എന്റെ സഹോദരന്റെ ഭാര്യ അപഹരിച്ചു. ഈ ദുർനടപ്പുകാരിക്ക് വേണ്ടി നാടിനെയും നാട്ടാരെയും നീ മറന്നു. ദൈവത്തിന്റെ കൽപ്പന നീ ലംഘിച്ചിരിക്കുന്നു. ഇതാണോ രാജധർമ്മം? ഇതാണോ കുടുംബ ബന്ധം? ഇതാണോ സഹോദര ബന്ധത്തിന് നീ കൽപ്പിക്കുന്ന വില? സ്വർഗസ്ഥനായ പിതാവ് ഇത് സഹിക്കില്ല. അന്തിപ്പാസ്, ഞാൻ വീണ്ടും പറയുന്നു, ഈ അഭിസാരിക ഉപേക്ഷിക്കൂ. നിർത്തൂ. ഇനി ഒരക്ഷരം വേണ്ടി പോയത് നിർത്തൂ. നിന്റെ നാവടക്കൂ. അന്തിപ്പാസ്, ഇവിടെ ഉപേക്ഷിക്കൂ. അല്ലെങ്കിൽ കരുണാമയന്റെ കോപത്താൽ നിന്റെ രാജഗിരിയുടെ തെറിച്ചു പോകും. അങ്ങ് എന്താണെന്ന് പറയുന്നത്? കാട്ടുതോലെടുത്ത് കാട്ടുകിഴങ്ങും കഴിച്ചു കഴിയുന്നു ഒരു കാട്ടാളന്റെ വത്സനം കേട്ട് അങ്ങ് ഉറങ്ങുകയാണോ? ധീരനായ മഹാരാജാവിന്റെ ശൂരത്വമെല്ലാം ചോർന്നു പോയോ? അതെ, ഞാൻ ഹെറോദിയ. ഹെറോദിയരാക്കി കൽപ്പിക്കുന്നു. ആരാണ് ഈ ഭ്രാന്തനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. പരമോന്നതനായ ദൈവം മോശിച്ചു കൊടുത്ത 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുത്. ഓർമ്മയിരിക്കട്ടെ. അത് അസാധ്യമാണ് കുമാരി. പുറകോട്ട് പോകൂ. എന്നെ സമീപിക്കരുത്. നിന്റെ മാതാവ് ചെയ്ത പാപം ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അധർമ്മത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. പോകൂ, എന്റെ മുന്നിൽ നിന്ന് പോകൂ. ഭരണത്തിന്റെ മാലാഖയുടെ ശബ്ദം ഞാൻ കേൾക്കും. ഞാനെങ്ങും പോകുന്നില്ല. എനിക്ക് എപ്പോഴും അങ്ങേ കണ്ടുകൊണ്ടിരിക്കണം. ആ കണ്ണുകൾ, ആ രൂപം, ആ ശബ്ദം എല്ലാം എന്റെ മനസ്സിൽ വരുന്നു. ഭർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ മുന്നിൽ നിന്ന് പോകൂ.
എനിക്ക് നിന്നെ കാണണ്ട. ഞാൻ അങ്ങേനെ ആഗ്രഹിക്കുന്നു. വരില്ലോ, ഞാനങ്ങേ ഒന്ന് തൊട്ടോട്ടെ. പാടില്ല. ശലോമി, നീയും നിന്റെ അമ്മയെ പോലെ. ശലോമി, നീ ശപിക്കപ്പെട്ടവളാണ്. പോകൂ, മരുഭൂമിയിൽ പോയി മനുഷ്യപുത്രന്റെ കാൽക്കൽ വീട് മാപ്പിരക്കും. പോകൂ. ഇന്നലെ രാവിലെ നീ തിരസ്കരിക്കുന്നു. ഹെരോദയുടെ പുത്രി സലോമിയുടെ ഒരേ ഒരു ആഗ്രഹം നീ മാത്രം. ആരുടെ കൊണ്ടുപോകൂ. വിടരുന്ന പൂവിന്റെ പൊരുളെന്ത്, തെളിയുന്ന തിരിതം പ്രഭയെന്ത്, കാറ്റായി മഴയായി കതിരായി കനവായി കരളിനൊളിയായി നിറയും നിലയെന്ത്. വിടരുന്ന പൂവിന്റെ പൊരുളെന്ത്, തെളിയുന്ന തിരിതം പ്രഭയെന്ത്, കാറ്റായി മഴയായി കതിരായി കനവായി കരളിനൊളിയായി നിറയും നിലയെന്ത്. വിടരുന്ന പൂവിന്റെ പൊരുളെന്ത്, തെളിയുന്ന തിരിതം പ്രഭയെന്ത്. ഇന്ന് നമുക്ക് സന്തോഷം തരുന്ന സുദിനമാണ്. നമ്മുടെ ജന്മദിനാഘോഷം മോടിക്കൂട്ടാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. അടുത്തതായി നമ്മുടെ മകൻ സലോമി മനോഹരമായ ഒരു നൃത്തം ചെയ്യുന്നതാണ്. ഇവിടെ നർത്തകരുള്ളപ്പോൾ സലോമി എന്തിനാണ് നൃത്തം ചെയ്യുന്നത്? പോരാ, നമുക്ക് സലോമിയുടെ നൃത്തം തന്നെ കാണാം. മകളെ, നൃത്തം ചെയ്യൂ. എനിക്ക് താല്പര്യം തോന്നുന്നില്ല. ഇല്ല, സലോമി നൃത്തം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഹെരോദേ, എന്തിനും ഏതിനും നീ നമ്മെ ധിക്കരിക്കുന്നു, നാം ആശാദിക്കുന്നു. സലോമി, നൃത്തം ചെയ്യൂ. നിനക്ക് നാം സമ്മാനമില്ല. പോരാ, ഈ ആവശ്യപ്പെടുന്ന എന്ത് സമ്മാനവും നാം നിനക്ക് നൽകുന്നതാണ്. അതെ, സമ്മാനം. ഞാൻ ചോദിക്കുന്ന എന്ത് സമ്മാനം അങ്ങ് തരുമോ? തീർച്ചയായും നീ എന്ത് ചോദിച്ചാലും നാം നൽകുന്നതാണ്. നൃത്തം ചെയ്യൂ. കർത്താവായ ദൈവത്തിന്റെ ദുർനടപ്പ് ഓർത്തില്ല. കയ്യിൽ കെട്ടി കാഴ്ചക്കാരായി നിൽക്കുന്ന മഹാജനങ്ങളെ
കല്ലുകൾ ശേഖരിച്ചവളെ കല്ലെറിയൂ. ആരായാലും മിണ്ടിപ്പോകരുത്. നമ്മുടെ സന്തോഷത്തിന് വിഘ്നം വരാൻ പാടില്ല. ഭാഷ മുഴങ്ങട്ടെ. സലോമി, നൃത്തം ചെയ്യൂ. മനോഹരമായി നൃത്തം ചെയ്ത് നമ്മുടെ മനം കുളിർപ്പിച്ച കുമാരി, ചോദിക്കൂ, നിനക്ക് നാം എന്ത് സമ്മാനമാണ് നൽകേണ്ടത്? രാജ്യമോ സമ്പത്തോ ആഡംബര വസ്തുക്കളോ എന്തു തന്നെയായാലും നീ ചോദിക്കൂ. നീ ചോദിക്കുന്ന എന്തും സമ്മാനമായി നാം നൽകുമെന്ന് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. എന്തിനാ മടിച്ചെടുത്തുള്ളത്? ചോദിക്കുമ്പോളെ എനിക്ക് രാജ്യം വേണ്ട, കിരീടവും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ചോദിക്കൂ. സലോമി, ധൈര്യമായി ചോദിക്കൂ. എനിക്ക് വേണ്ടത് വെള്ളിത്താരത്തിൽ വെച്ച് യോഹന്നാന്റെ ശിരസ്സ് സമ്മാനിക്കണം. അങ്ങനെ ചോദിക്കരുത്. ആ പുണ്യാത്മാവിനെ വധിച്ചാൽ നമുക്ക് ശാപമുണ്ടാകും. എന്തിനാ അതും ഇതും പറയുന്നത്? പുണ്യാത്മാവ് പോലും അങ്ങ് ശപഥം ചെയ്തതല്ലേ, വാക്ക് പാലിക്കൂ. നിന്റെ സ്വരം നമ്മെ അസഹ്യപ്പെടുത്തുന്നു. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, വെള്ളിത്താരത്തിൽ വെച്ച് യോഹന്നാന്റെ ശിരസ്സ് തരൂ. അങ്ങയുടെ കിരീടത്തെക്കാൾ വലുതല്ലോ ആ പ്രാകൃത മനുഷ്യന്റെ ശിരസ്. അങ്ങ് വാക്ക് പാലിക്കൂ. നീ പാവിയാണ്, മഹാപാവിയാണ്. മകളെ സലോമി, ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്, ഈ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടും. അങ്ങ് എന്തിൽ ഭീരുവാകുന്നു? ചോദിക്കുമ്പോളെ എനിക്ക് യോഹന്നാന്റെ ശിരസ്സ് വേണം. ആഗ്രഹം നിറവേറ്റി കൊടുക്കൂ.
അതായിരിക്കുന്നു ആ പുണ്യാത്മാവിന്റെ ശിരസ്. പുണ്യാത്മാ, പ്രവാചകൻ, എനിക്ക് കാണണ്ട ആ പ്രാകൃത ശിരസ്. യോഹന്നാൻ, ഇന്നെല്ലാവരും സംസാരിച്ചു. ഹേരോദിന്റെ പുത്രി സലോമയുടെ ഒരേ ഒരാഗ്രഹം നീ മാത്രം. സലോമേ, ശപിക്കപ്പെട്ടവളെ, കാണുന്നു, കൺകുളുക്കെ കാണുന്നു. നീ ആവശ്യപ്പെട്ട സമ്മാനം കണ്ട് ആസ്വദിക്കുന്നു. നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. ഇപ്പോൾ ഇന്ന് ചിന്തിക്കുന്ന ആ പുണ്യാത്മാവ് നിന്നോട് ചെയ്ത തെറ്റെന്താണെന്ന് പറയുന്നു. പറഞ്ഞില്ലെങ്കിൽ രണ്ടിനെ കഷ്ടം കഷ്ടമായി നീ സ്ത്രീ വർഗത്തിൽ തന്നെ ശാപമായി. യോഹന്നാൻ, നീ എന്തെല്ലാമാണ് എന്നെ പറ്റി വിളിച്ചു പോയത്? തൃപ്തിയായി, എനിക്കിപ്പോ തൃപ്തിയായി. എവിടെ നിന്റെ ശബ്ദം? എവിടെ നിന്റെ പ്രസംഗം? എവിടെ നിന്റെ അത്ഭുത സിദ്ധികൾ? നീ വലിയ മഹാനല്ലേ? ഒരു അമ്പലം കാണിക്കാം. പറയൂ, നീ എന്നെ കുറിച്ച് പറയൂ. ഇല്ല, ഇനി നീ പറയില്ല. ജീവനില്ലാത്ത നിന്റെ ഈ ശിരസ് കൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ജീവനില്ലാത്ത നിന്റെ ഈ ശിരസിനെ ഞാൻ എന്റെ പാദങ്ങൾ കൊണ്ട് തട്ടിക്കളത്തി. നിനക്കോ നിന്റെ പുത്രിക്കോ എന്നെ സ്പർശിക്കാനാണ് അടലി സന്തതി നിന്റെ പാദം കുറിച്ചു കഴിഞ്ഞു. പിതാവേ, അവിടുത്തെ രൂപം ഞാൻ കാണുന്നു, ശബ്ദം ഞാൻ കേൾക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അവിടെ എന്നെ സ്വീകരിച്ചു. എന്നെ തനിച്ചാക്കി ഈ തീരഭൂവിൽ നിന്നെങ്ങു പോയി നീ. കേൾക്കാൻ കഴിഞ്ഞില്ല നിൻ പദനിസ്വനം, കാണാൻ കഴിഞ്ഞില്ല നിന്റെ കാൽപ്പാടുകൾ. മാറാതെ മൂടിയോ നിന്നിലെന്നോർമകൾ, അത്രമേൽ അന്യനായി തീർന്നുവോ ഇന്നു ഞാൻ. പ്രാണന്റെ ചില്ലയിൽ ഇന്നും കരിഞ്ഞൊരു സ്നേഹാദ്രപഞ്ചരം, ധ്യാനമാം ദീനമാ പറക്കാൻ കൊതിച്ചൊരീ പക്ഷിതൻ ചിറകിൽ കനൽ വാരിട്ടതു എന്തിനായി കാലമേ. സത്യവും ധർമ്മവും സ്നേഹകാരുണ്യങ്ങളും എല്ലാം വൈകാതെ വന്നിടും വസുന്ധരി. ഒരു നല്ല